റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ മാധ്യമങ്ങൾ നൽകുമ്പോൾ അതിന് യഥാർത്ഥ അപ്ഡേറ്റ് എന്താണെന്നറിയാൻ അറിയിക്കണമെന്ന നമ്മുടെ അമേരിക്കയിലെ പ്രതിനിധി മധു കൊട്ടാരക്കോട് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ് മനുഷ്യരാശിക്ക്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും അപകടകരമായ യുദ്ധങ്ങളിൽ ഒന്ന് തന്നെയാണ്. റഷ്യ പോലൊരു വലിയ രാജ്യം യുക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അതിൻ്റെ പിന്നിൽ നാറ്റോ പോലെയുള്ള സഖ്യങ്ങൾ പിന്തുണയ്ക്കാനുമൊക്കെ എത്തിയപ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇത്രയും മാസങ്ങളായിട്ട് യുദ്ധം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മനുഷ്യരാശി നേടിയതെല്ലാം തകർത്തെറിയുന്നൊരു യുദ്ധം. അമേരിക്ക ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരുന്നു. ആദ്യം മധുവിലേക്ക്. മധു, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്തുവിടുന്നു. നമുക്ക് വൈറ്റ് ഹൗസുമായി ചെക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇവിടെ ഇപ്പം സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റിന്റെയാണ്. കാരലിൻ പറഞ്ഞിരിക്കുന്നത് റഷ്യ യുക്രൈൻ വിഷയം പറഞ്ഞു തീർക്കാനുള്ള തുടർ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അമേരിക്കയുടെ പ്രതിനിധികൾ പുടിനെ കാണാനായിട്ട് പോകുകയും ചെയ്യും. സ്റ്റീവ് വിറ്റ്കോഫ് ആയിരിക്കും പോകുന്നത്. ഇതേ സമയം തന്നെ കീവിലേക്കുമുള്ള പ്രതിനിധികൾ പോകും. ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ് കാരലിൻ ലെവിറ്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള ആധികാരികമായിട്ടുള്ള ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. പക്ഷേ മറ്റ് പല മാധ്യമങ്ങളും തന്നെ മറ്റ് ചില സൂചനകൾ നൽകുന്നുണ്ട്. കാര്യം ഈ ഒരു കരാർ ഇപ്പോൾ കീവിൽ വെച്ച് നടന്നിരിക്കുന്ന ചർച്ചകളിൽ റഷ്യ അത്ര ഹാപ്പി അല്ല. അവരൊരു പക്ഷേ ഈ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ക്രിസ്മസ് കഴിയും വരെ തന്ത്രപരമായിട്ട് ഇത് വലിച്ചു നീട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇതിനുള്ള താല്പര്യം കുറയ്ക്കരുത്, അതിനുവേണ്ടിയാണ് അവർ അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജി അവരെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് ആധികാരികമായിട്ട് റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ സെർഗി ലവ്റോവ് തന്നെയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. 28 പോയിന്റ് പ്രപ്പോസൽ എന്ന് പറയുന്ന ആ ഒറിജിനൽ പ്രപ്പോസൽ അല്ലാതെ ഒരു പ്രപ്പോസലും റഷ്യ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ചർച്ചകളിലൂടെ അത് 19 പോയിന്റ് പീസ് പാക്കേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് അലാസ്കയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സംസാരിച്ചതിന് ശേഷം റഷ്യൻ പ്രതിനിധികൾ പുടിനോടൊപ്പം മടങ്ങുമ്പോൾ അവർ കരുതിയത് ഡൊണാൾഡ് ട്രംപിന് റഷ്യയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 28 പോയിന്റിൽ നിന്ന് 19 പോയിന്റ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, US-ന്റെ പ്രതിനിധികൾ അബുദാബിയിൽ വെച്ച് റഷ്യൻ ഡെലിഗേറ്റ്സുമായിട്ട് അതീവ രഹസ്യമായിട്ടുള്ള ഒരു ചർച്ച നടന്നു. ആ ചർച്ചയുടെ വിവരങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ചില മൈനർ കാര്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് പോകാനുള്ളതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്ന ചെറിയ ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് തത്വത്തിൽ ഇത് അംഗീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു പാക്കേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. 28 പോയിന്റിൽ നിന്ന് ഇത് ഫൈൻ ട്യൂൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് കരാറിലേക്ക് അടുക്കുന്ന സ്റ്റേജിൽ പുടിനും സെലൻസ്കിയുമായിട്ട് താൻ സംസാരിക്കുവാൻ തയ്യാറാണെന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, സ്റ്റീവ് വിറ്റ്കോഫിനോടൊപ്പം ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറിനെയും മോസ്കോയിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. ജാരഡ് കുഷ്ണറിന്റെയും സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലാണ് ഹമാസ് ഇസ്രായേൽ വിഷയം പറഞ്ഞു തീർത്തതെന്ന് ഓർക്കണം. അതേസമയം തന്നെ US ആർമിയുടെ ഡാൻ ബ്രിസ്കോൾ ഇതേ സമയത്ത് തന്നെ ആയിരിക്കും കീവിൽ വെച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇവിടെ താങ്ക്സ് ഗിവിംഗ് വീക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴാഴ്ച വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. വെള്ളിയാഴ്ചയായിരിക്കും നടക്കുന്നത്. ഇതിലെ പ്രധാന ഒരു പോയിന്റ് 6 ലക്ഷമായിട്ട് യുക്രൈൻ സൈനികരുടെ എണ്ണം നിജപ്പെടുത്തണമെന്നാണ്. ഇത് യുക്രൈനോ യൂറോപ്യൻ യൂണിയനോ എത്രത്തോളം സമ്മതിക്കുമെന്നുള്ളത് കണ്ടറിയണം. അത് മാത്രമല്ല, നേറ്റോയിൽ ചേരാനുള്ള മോഹങ്ങൾ എന്നേക്കുമായിട്ട് യുക്രൈൻ ഉപേക്ഷിക്കണം. ഇതും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്വീകാര്യമല്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം യുക്രൈൻ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനിയുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർത്താൽ സമാധാനം പുലരുമെന്നാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കരാറിലേക്ക് വളരെ അധികം അടുത്തു നിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും റഷ്യയ്ക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ചില പോയിന്റുകളുണ്ട്. 28 പോയിന്റുകളിൽ നിന്ന് പോയിന്റ് കുറച്ച് 19 വന്നതും റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് മധു കൊട്ടാരക്കര പറയുന്നത്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, വളരെ പ്രതീക്ഷയോടെയാണ് ശരിക്കും ഈ അമേരിക്കയുടെ നീക്കത്തെ ലോക മനുഷ്യരാശി കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ. വളരെ പ്രതീക്ഷയോടെയാണ് ഈ കൂടിക്കാഴ്ചകളെ കണ്ടിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തീവ്രമായ ചർച്ചകളാണ് അബുദാബിയിലും ജനീവയിലുമായിട്ടൊക്കെ നടന്നിരുന്നത്. അബുദാബിയിൽ റഷ്യൻ പ്രതിനിധികളുമായാണ് അമേരിക്കയുടെ സൈനിക സെക്രട്ടറി
ഡ്രഷ്നർ സംസാരിച്ചിരുന്നത്. അതേസമയം തന്നെ ജനീവയിൽ യുക്രൈനുമായും പിന്നീട് കഴിഞ്ഞ ദിവസം യുക്രൈനെ പിന്തുണയ്ക്കുന്ന 30 രാജ്യങ്ങളുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രധാനമായും ഈ 28 പോയിന്റ് എന്ന നിർദ്ദേശം, അതിൽ ആ 28 പോയിന്റ് 28 ഇനങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് നടന്നിരുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും സമവായം എത്തിയിട്ടില്ല. പക്ഷേ ചർച്ചകൾ നിർണായക പുരോഗതിയുള്ളതാണ്, ആശാവഹമാണ് എന്ന നിലയിലാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ഏതായാലും ഇതിൽ ഇപ്പോഴും ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ പ്രതിസന്ധിയുള്ളത്, ഏത് വിഷയത്തിലാണ് ഈ ചർച്ച തട്ടി നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അതിൽ ഈ റഷ്യ അവർ ഈ യുദ്ധത്തിലൂടെ കൈയടക്കി വെച്ചിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. നേരത്തെ തന്നെ ക്രിമിയ കൈയടക്കിയതാണ്. അതുപോലെ ക്രിമിയയ്ക്ക് പുറമെ മറ്റ് 2 പ്രദേശങ്ങൾ കൂടി, ഡോണറ്റ്സ്, അതോടൊപ്പം തന്നെ ലുഹാൻസ്ക്, ഈ പ്രദേശങ്ങൾ റഷ്യയുടെ അധീനതയിലേക്ക് പൂർണ്ണമായും പോകും എന്ന നിലയിലുള്ള ചില നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ സപ്രോഷ്യ ആണവ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 50% വീതം 2 രാജ്യങ്ങളും യുക്രൈനും റഷ്യയും പങ്കുവയ്ക്കുക എന്ന തരത്തിലുള്ള നിർദ്ദേശം ആ 28 ഇന പരിപാടിയിലുണ്ട്. അതോടൊപ്പം തന്നെ നാറ്റോയിൽ, നേരത്തെ മധു കൊട്ടാരക്കര പറഞ്ഞതുപോലെ നാറ്റോയിൽ ചേരുക എന്നുള്ള ആ മോഹം യുക്രൈൻ ഉപേക്ഷിക്കുന്നു. പകരം യൂറോപ്യൻ യൂണിയൻ അംഗത്വം എന്ന നിലയിലേക്ക് മാറുകയാണ് അത്തരം നിർദ്ദേശങ്ങൾ. അതോടൊപ്പം തന്നെ അവിടുത്തെ സൈനിക ശേഷി, യുക്രൈൻ്റെ സൈനിക ശേഷി പകുതിയായി കുറയ്ക്കണം എന്ന ഒരു നിർദ്ദേശം ആദ്യം ഉയർന്നു വന്നതാണ്. അത് 6 ലക്ഷം സൈനികർ എന്ന നിലയിലേക്ക്, അതിപ്പോൾ 8 ലക്ഷം എന്ന നിലയിലേക്ക് ഈ ചർച്ചകളെ തുടർന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ യുക്രൈൻ മാത്രമല്ല റഷ്യ കൂടി ഇതിൽ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റഷ്യയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനാണ് പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്നറും കൂടി അങ്ങോട്ടേക്ക് മോസ്കോയിലേക്ക് പോകാനിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് റഷ്യയുടെ അംഗീകാരം ഇതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.